വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം 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 എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം ഒരു വയൽ പക്ഷിയായി പൂഞ്ചിറകിന്മേൽ ഞാനുയരുന്നു ഒരു മണിത്തെന്നലായി താഴ്വരയാകെ തഴുകുന്നു നീ തഴുകുന്നു മണിമുളം കുഴലിത കാടാകവേ സംഗീതം കുളിരിളം തളിരിത കാടാകവേ രോമാഞ്ചം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം ഒരു മുളം തത്തയായി ഇളവേൽക്കുന്നു ഓരിലയിരില മുകരുന്നു ഋതുമതിപ്പൂവുകൾ താളമിടുന്നു ഹൃദയം താനേ പാടുന്നു മണിമുളം കുഴലിത കാടാകവേ സംഗീതം കുളിരിളം തളിരിത കാടാകവേ രോമാഞ്ചം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം തേജസ്, എന്തായിരുന്നു ഇടക്കൊരു വിഴുങ്ങല്? എന്താന്നറിയില്ല, എന്തായിപ്പോയി അറിയില്ല. ശരത് സർ, എന്തോ അവൻ ഏതിലെയോ പോയപ്പോൾ അവിടെ ഇടയ്ക്കൊന്ന് വിഴുങ്ങിപ്പോയി. എതിലേ കൂടാ പോയത്? അതാ അനുഫല്ലഫീന്റെ അതിലേ കൂടെ പോയപ്പോ. അത് കുഴപ്പമില്ല, അതൊന്നും അതൊരു ഇഷ്യൂ അല്ല. അത് പക്ഷെ അങ്ങനെ തെറ്റിക്കാതിരിക്കുക കേട്ടോ. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തേജസ്. ഇത് സിനിമ കൂടും തേടി. ഇതിന്റെ മ്യൂസിക് ജെറി അമൽദേവ് സാറാണ്. ടി.കെ. രാജേന്ദ്രൻ സാറാണ്. അല്ല, എം.ടി. രാജേന്ദ്രൻ സാർ. ഞാൻ ടി.കെ. രാജീവ് കുമാർ, എം.ടി. രാജേന്ദ്രൻ സാറാണ്. പാടിയത് കെ. ജയശുദാസ് സാർ. ഓക്കെ, ആയിക്കോട്ടെ, എല്ലാം ആയി. ഇപ്പൊ നല്ല രസമുള്ള ഒരു പാട്ടാണ്, നന്നായിട്ട് തന്നെ പാടി. പക്ഷെ എനിക്ക് തോന്നിയത് തേജസ് ആ പാട്ടിലേക്ക് അങ്ങോട്ട് എത്താണ്ട് പാട്ടിന്റെ വെളിയിൽ നിന്ന് പാടിയ പോയിരുന്നു. കുറച്ചും കൂടെ ഇൻവോൾവ്മെന്റ് ആകാമെന്ന് തോന്നി. അതിൻ്റെ ഒരു എന്താ പറയണ്ട, ഒരു ഗുമ്മുണ്ടല്ലോ, അത് അവിടം വരെ അങ്ങോട്ടേ വന്നുള്ളൂ, അത് ഇങ്ങോട്ട് എത്തിയില്ല. അത് എൻജോയ് ചെയ്ത് തേജസ് എൻജോയ് ചെയ്തല്ല പാടുന്നെന്നുള്ളൊരു തോന്നല എനിക്ക് ഫീൽ ചെയ്തു. ഇനി ബാക്കിയുള്ളവരുടെ അറിഞ്ഞൂടാ. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആ ഒരു ഗും കിട്ടിയില്ല. എന്നാൽ നന്നായിട്ട് പാടുകയും ചെയ്തു, അതുള്ള പറയാം. അത് പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തേജസ് ഒരു നല്ല പാട്ടുകാരനാണ്. നമുക്കൊക്കെ ഇഷ്ടമാണ് നിന്നെ. കാരണം അത്ര നീ വരുമ്പോഴേ ഞങ്ങൾക്കൊക്കെ ഒരു
ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള പാട്ടുകാരനാണ് ഇവനെ കലക്കും. പ്രത്യേകിച്ച് ഈ പാട്ട്. ആ അപ്പോൾ നമ്മളത് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രതീക്ഷ അസ്ഥാനത്താക്കരുത് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നതാണ്. ഇതിപ്പം അങ്ങനെ ഒരു അതിഭീകരമായിട്ട് ഒട്ടും പാടാൻ പറ്റാത്ത അങ്ങനെ ഇല്ലല്ലോ. ജെറിസാറിൻ്റെ മിക്കവാറുള്ള എല്ലാ പാട്ടുകളും സ്ട്രെയിറ്റ് ടു ഹാർട്ട് ആവുന്ന കാര്യം ആ സിംപ്ലിസിറ്റി കൊണ്ടാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ആ പാട്ടിനോടൊന്ന് നിന്നെ കൊണ്ട് പാടാൻ കഴിയും. നല്ല കഴിവുള്ള ചെക്കനാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഇൻവോൾവ്മെൻ്റ് ആവാമായിരുന്നു എന്ന് തോന്നി. നിന്നെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. നല്ല വേഷം. ഐ ലവ് യു ചക്കരെ. താങ്ക് യു സാർ. ലവ് യു ടു പറയടാ. ലവ് യു ടു സാർ. ഇല്ലാത്തവനെ ഐ ലവ് യു തേജസ്. ലവ് യു ടു സാർ. താങ്ക് യു സർ. ചേച്ചി അസലായി പാടി. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട്. ഇത് പാട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് വല്ലാത്തൊരു ആവേശമാണ്. കാരണം ജെറി മാഷിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്ര പോസിറ്റീവായിട്ടുള്ളൊരു പാട്ടാണിത്. എപ്പോൾ കേട്ടാലും. അതേപോലെ തന്നെ മാഷ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ അടുത്ത് ഞാൻ മാഷ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിരുന്നു. ഹിന്ദിയാണ്. അപ്പോൾ മാഷ് ഈ ഒരുപാട് പാട്ടുകൾ ഹിന്ദി പാട്ടുകളും ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ പാടാൻ പോകുമ്പോഴും വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം പാട്ട് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്തത് എന്നുള്ളതൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. എന്ത് ബ്യൂട്ടിഫുൾ മെലഡീസാണ്. സ്പെഷ്യലി അതിൻ്റെ ഓർക്കസ്ട്രേഷൻ. സൂപ്പർ ഓർക്കസ്ട്ര പൊളിച്ചു മോനെ. ഈ സോങ് സെലക്ഷൻ 100 മാർക്ക്. താങ്ക് യു. പിന്നെ എനിക്ക് തോന്നി ഈ പാട്ട് മോനെ കുറച്ച് ബേസ് പോലെ തോന്നുന്നുണ്ടോ? ശ്രുതി തീരെ കുറഞ്ഞു പോയ പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. പിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പാടാൻ പറ്റുമോ? യെസ്, പാടാൻ പറ്റും. ഒന്ന് ഒരു സെമി ടോൺ കൂട്ടു. വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം മുകളിലെത്തുവോ? അനുപല്ലവി ട്രൈ ചെയ്യൂ. ഒരു വയൽ പക്ഷിയായി പൂഞ്ചിറകിന്മേൽ ഉയരുന്നു ഞാൻ ഉയരുന്നു. പിന്നെ അത്ര ഇല്ലല്ലോ. അതാണോ ഹയസ്റ്റ് നോട്ട്? അതിന് മുകളിലില്ലല്ലോ. ഇത് ശ്രുതി കൂട്ടായിരുന്നില്ലേ? എന്ത് ഭംഗിയാ കേൾക്കാൻ. ഇത് മോനെ ഈ ഒരു പിച്ചിൽ പാടുമ്പോഴത്തേക്ക് എനിക്കതാ തോന്നിയത്. ഭയങ്കര ബേസായിട്ട് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നി. ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലെ. ഇതിപ്പോ എന്ത് ഓപ്പൺ ആയിട്ടാ പാടിയത്? അത് മാത്രം എനിക്ക് തോന്നിയത്. അതായിരുന്നു ഇതിൻ്റെ അകത്തുള്ള ഒരു ബ്ലോക്കായിരുന്ന സംഭവം. അപ്പോൾ അതും കൂടെ ഒന്ന് മാനേജ് ചെയ്യുക. അടുത്ത പ്രാവശ്യം ശ്രുതി കുറവാണ്, ഒറിജിനൽ എനിക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ കുറച്ച് ശ്രുതി കൂട്ടണമെങ്കിൽ കൂട്ടുക. ഓക്കെ, നന്നായി പാടി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആര് പാടിയാലും എനിക്കിഷ്ടമാണ്. അത് മോൻ അസലായിട്ട് പാടുകയും ചെയ്തു. ഇപ്പം ആ ഇടയിലുള്ള സംഗതികളൊക്കെ കുഞ്ഞു സംഗതികൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു അതൊക്കെ. പിന്നെ ബാക്കിയൊക്കെ എല്ലാ പോയിന്റ്സും സാർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒന്ന് ചിരിച്ച് പാടാട്ടോ. അതായത് ആ ഒരു ചുമ്മാ ഒരു സ്മൈല് ഫേസിൽ വെക്കാം. ചിലപ്പോൾ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും മോനെ പാടാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഹായ് തേജസ്. യെസ് സർ. നന്നായിട്ട് പാടി തേജസ്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു ഗുമ്മാവാം എന്ന് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. എനിക്കത് ചിലപ്പം ഒറിജിനൽ ഇങ്ങനെ തലയിൽ കിടക്കുന്നുണ്ടായിരിക്കാം. ഇത് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഫീൽ ആവാം എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു എനിക്കൊന്ന് ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് മറ്റേ നിൻമൗനവും കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഉമ്മിന് വരുന്നൊരു ക്രൊമാറ്റിക് സംഭവമുണ്ട്. അത് കറക്റ്റ് ഗ്രിഡ് ലോക്കിൽ വീഴണം എന്നുള്ളതാണ്. അത് 1-2 സ്ഥലത്ത് പോയി 1-2 സ്ഥലത്ത് വീണു. അങ്ങനെ വേവർ ചെയ്തിട്ട് കളിച്ചു. ബാക്കിയൊക്കെ കുഴപ്പമില്ലാതെ തന്നെ പാടി തേജസ്. പക്ഷേ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ആവാം എന്ന് എനിക്ക് സിൻസിയറായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കുറച്ചുകൂടെ ഫീൽ ആവാമെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ലടാ. അപ്പം നെക്സ്റ്റ് ടൈം, കാരണം എന്താണെന്നറിയോ, തേജസിന് നല്ലൊരു ശബ്ദമുണ്ട്. ഞാൻ ഫസ്റ്റ് എഴുതി വെച്ചു. ഉഗ്രം വോയിസ് ആണ് തേജസ്. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിപ്പെടുത്തി എടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചമ്മലില്ലാത്ത തേജസ്. ഇല്ല, എനിക്ക് ചമ്മലില്ല. ഓക്കെ ചേച്ചി. തേജസ്, യെസ് മാം. ഈ പെർഫോമൻസിന് ഇന്ന് 8 മാർക്ക്. താങ്ക് യു ചേച്ചി. ശരത് സർ. തേജസ് 7.8. താങ്ക് യു സർ. ഷാനിക്ക.
ഓക്കെ സോ ടോട്ടൽ 15.8. ഓക്കെ